ഉമ്മ സംസാരിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് കേട്ടിട്ട് ഇവൻ ഞെട്ടി എണീക്കും. അപ്പൊ സമയം ഏകദേശം ഒരു 3 മണി 3:15 അവൻ ഞെട്ടി എണീറ്റ് നോക്കുമ്പോ പുറത്തുനിന്ന് സൗണ്ട് കേൾക്കുന്ന പോലെ തോന്നും. അതായത് ഇവന്റെ ഉമ്മ നവാസിനെ വിളിക്കുന്ന പോലെ, നവാസെ വാതിൽ തുറക്കടാ, ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നവാസ് വിചാരിച്ചു ചിലപ്പോ അവര് എന്താ പറയാ ഉപ്പയും ഉമ്മയും വന്നതായിരിക്കും, എന്നെ വിളിച്ചിട്ട് റേഞ്ച് കിട്ടാത്ത കാരണം കൊണ്ട് വീട്ടിൽ വന്നിട്ട് വിളിക്കാന്ന് വിചാരിക്കും. അങ്ങനെ ഇവൻ ഉമ്മയാണല്ലോ എന്നാ പോയി വാതിൽ തുറന്നേക്കാന്ന് വിചാരിച്ചിട്ട് ലൈറ്റ് ഇടാൻ വേണ്ടി പോകും. ലൈറ്റ് ഇടാൻ വേണ്ടി പോകുന്ന സമയത്താണ് അവനൊരു കാര്യം മനസ്സിലാവുക. അവന്റെ ഉമ്മയും വാപ്പയും ഇന്നലെ അവന്റെ അനിയന്റെ വീട്ടിലോട്ട്, അതായത് അനിയൻ ഗൾഫിലാണ്, അങ്ങോട്ട് പോയിക്കുന്നു. പിന്നെ ആരാണിത് എന്നുള്ള ഒരു ഭീതി പെട്ടെന്ന് അവന്റെ മനസ്സിലോട്ട് വരും. അങ്ങനെ ആ ഒരു പേടി വന്ന സമയത്ത് അവൻ ആലോചിക്കുന്നുണ്ട്. അതായത് ആ വഴിയോരത്ത് കണ്ട ആ ഒരു ആള് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കാം, പക്ഷെ നീ ഒരിക്കലും വാതിൽ തുറക്കാൻ പാടില്ല. അങ്ങനെ അവൻ ലൈറ്റ് ഇടാൻ വേണ്ടി കൈ ഉയർത്തി ആ കൈ അതുപോലെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കും. അപ്പോഴും പുറത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. മോനെ നവാസെ വാതിൽ തുറക്കടാ, പുറത്ത് നല്ല തണവാ, നല്ല മഴയൊക്കെ ഉണ്ട് പറയുമ്പോൾ ശരിക്കും അവന്റെ ഉമ്മ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് അവൻ കേൾക്കുന്നത്. അപ്പൊ ഇവൻ രണ്ടും കൽപ്പിച്ചിട്ട് അവിടുത്തെ ജനലിന്റെ അവിടിലോട്ട് പോകും. അങ്ങനെ അവൻ ആ ജനലിന്റെ അവിടെ എത്തിയിട്ട് ജനലിന്റെ ചെറിയ പാളിയിലൂടെ പുറത്തോട്ട് നോക്കും. ഇവനാണെങ്കിൽ മേലെയാണ് കിടക്കുന്നത്. പുറത്ത് നല്ല മഴ പെയ്തിട്ട് ഇങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ മുറ്റത്തുനിന്ന് നേരെ ഉമ്മറത്തെ ഭാഗത്തോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഉമ്മറത്തെ ഭാഗത്തോട്ട് ഒരു രൂപം നിൽക്കുന്നു. ശരിക്കും എങ്ങനെയാണ് ഇടുന്നത് അതുപോലെ വളരെ കൃത്യമായിട്ട് ശരിക്കും അവന്റെ ഉമ്മ ആണെന്നുള്ള രീതിയിലുള്ള ഒരു നിപ്പ് അങ്ങനെ നിൽക്കുന്നുണ്ട്. നിക്ക് പറയട്ടെ നമുക്ക്. അങ്ങനെ ഇവൻ അത് കണ്ടപ്പോ ഒന്ന് പേടിച്ചു, ഇനി ഉമ്മ തന്നെ ആയിരിക്കുമോ? അപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ അവിടെ റേഞ്ച് ഇല്ലാത്ത കാരണം കൊണ്ട് ഉമ്മാനെ വിളിച്ചിട്ട് കിട്ടാത്തതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവൻ എണീറ്റ് വാതിൽ തുറക്കാൻ പോകുന്നത്. അങ്ങനെ അവൻ ആ രൂപം കണ്ടിട്ട് ഒന്നുകൂടി പുറത്തോട്ട് നോക്കും. അപ്പൊ പുറത്തൊക്കെ വെള്ളം, മഴ പെയ്ത് നല്ലോണം വെള്ളം കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ആ രൂപത്തിന്റെ അവിടെ വെള്ളമില്ല, ഒന്നുമില്ല, അതായത് വരണ്ട പോലെ നിൽക്കുന്നു. അപ്പൊ അവന് പേടി ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട്. അപ്പൊ ഇവന് ജനലിന്റെ ഉള്ളിൽ കൂടെ നോക്കുന്നത് ഈ രൂപം കാണുന്നുണ്ട്. ഈ രൂപം കറക്റ്റ് ഇവനാ നോക്കുന്ന ജനലിലോട്ട് ഒരു ഒറ്റ നോട്ടാണ് തിരിഞ്ഞു നോക്കും. രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം കണ്ട പോലെ ഒരു കാഴ്ച കണ്ടിട്ട് ഇവനാണ് ഞെട്ടലും. ഇവന്റെ ഫോൺ റിങ് ചെയ്യും. ഇവന്റെ ഫോൺ റിങ് ചെയ്തിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫോണിൽ ഇവന്റെ ഉമ്മ വിളിക്കുന്നു. അവൻ ഫോൺ എടുക്കും. ഫോൺ എടുത്തിട്ട് ചവിട്ടി വെക്കും. ഉമ്മ പറയും, മോനെ ഞാനിങ്ങനെ എന്തോ ഒരു അരുതാത്ത എന്തോ ഒരു സ്വപ്നം കണ്ട്,